നരച്ച മുടിയെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഹെയർ ഡൈകളും ഹെയർ പാക്കുകളും ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ഡൈ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പോലും ആ കറുപ്പ് പോകുന്നില്ല. അത്രയ്ക്കും നല്ല രീതിയിൽ നമ്മുടെ വെളുത്ത മുടിയിൽ പിടിച്ചിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടാണ് ഇതിന്. നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറൽ സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അല്ലാതെ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, യൂസ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഒരു ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? ഇന്നത്തെ ഒരു ടിപ്സ് നമ്മുടെ ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല രീതിയിൽ നമ്മുടെ വെളുത്ത മുടിയിൽ പിടിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ്. കാരണം നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യാതെ ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ ഒരുപാട് നര വരാതെ തടയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വെളുത്ത മുടിയിൽ ഇത് പിടിച്ചിരിക്കുകയും ചെയ്യും. നമുക്കിത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടിയിൽ പിടിക്കും. കാരണം നമ്മുടെ വീട്ടിലുള്ള നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ചെയ്യുന്നത് മൂലം നമുക്കിത് ചെയ്യുന്തോറും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തു പോയാൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം. അപ്പോൾ നമ്മുടെ റൂട്ടിൽ നിന്ന് വരെയുള്ള മുടി നല്ല കറുപ്പായിട്ട് തിക്കായിട്ട് വരാനും ഒക്കെ മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നു. അതുപോലെ തന്നെ മുടി നല്ല കറുത്ത മുടിയോടുകൂടി വരാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പം നിങ്ങൾ കുറേ പേര് എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഒട്ടുമിക്ക ആൾക്കാർക്കും തന്നെ എല്ലാവർക്കും ഡൈ അലർജിയാണ്. ആർക്കും ഒരു ഡൈ ഇപ്പം പിടിക്കുന്നില്ലെന്നുള്ളതാണ് വാസ്തവം. കാരണം ഇങ്ങനെ കെമിക്കൽ ഉണ്ടായി നമ്മൾ ഒന്നാമത്തെ കാര്യം ഇപ്പം പഴയതുപോലെ നല്ല ഒരുപാട് പെട്ടെന്ന് മുടി കറക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചേർത്ത് ഭയങ്കരമായിട്ട് കെമിക്കൽ ഒത്തിരി യൂസ് ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് ഈ തലയിൽ ചൊറിച്ചിലും ഭയങ്കര പ്രശ്നങ്ങൾ, അലർജി പ്രശ്നങ്ങൾ കൂടുതലാവുന്നത്. അപ്പോൾ നമുക്ക് പിന്നീട് ഒരു നാച്ചുറൽ ഡൈ പോലും, അതായത് വീട്ടിലുള്ള സാധനങ്ങൾ പോലും നമുക്കൊരു ചെമ്പരത്തിത്താളി പോലും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമുക്ക് ഇതുപോലുള്ള ഹെയർ ഡൈകൾ ഒരുപാട് ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി നിൽക്കുന്നത് നോക്കിയാലോ. എൻ്റെ മുത്തുമണികളെല്ലാം ഒന്ന് ഓടി വന്നേ. ആദ്യം നമുക്ക് അതിനായിട്ട് വേണ്ട സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പോമിഗ്രാനറ്റ്, അതായത് നമ്മുടെ മാതള നാരങ്ങയുടെ തൊണ്ട് കേട്ടോ. ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ മുടി കറുപ്പിക്കാനായിട്ട്. ഞാൻ നേരത്തെ ഇതുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒത്തിരി നല്ലതാണ്, കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നത്, വേറെ രീതിയിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഒരു മാതള നാരങ്ങയുടെ തൊണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 5-6 നെല്ലിക്ക കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെല്ലിക്ക നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു കൈപിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുടി കറക്കാനായിട്ട്, നെല്ലിക്കയും കറിവേപ്പിലയൊക്കെ മുടി കറക്കാനായിട്ട് ഒത്തിരി നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് കട്ടൻ ചായയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ കടുപ്പത്തിൽ തിളപ്പിക്കണം. അപ്പോൾ കുറച്ച് ബാക്കി വന്ന കട്ടൻ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവാണ്. നല്ല കറുകറുപ്പ് ഒരു 3-4 സ്പൂൺ, അതായത് നമ്മുടെ ആ ഒരു തേയിലപ്പൊടി പാത്രത്തിലൊക്കെ നമ്മളൊരു സ്പൂൺ ഇട്ടേക്കത്തില്ല, ചെറിയൊരു സ്പൂണ്, അതിനകത്തൊരു 4-5 സ്പൂണോളം തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക, 1 കപ്പ് വെള്ളത്തിൽ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കറപ്പിച്ചെടുക്കണം. ആ ഒരു തേയിലവെള്ളം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു തേയിലവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ട് അരച്ചെടുക്കുന്നത്. അതായത് നമ്മുടെ നെല്ലിക്കയും കറിവേപ്പിലയും മാതള നാരങ്ങയുടെ തൊണ്ടും കൂടെ ഈ ഒരു കട്ടൻ ചായ കടുപ്പിച്ച വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ അരച്ചെടുക്കാവുള്ളൂ. നല്ല റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടുള്ള ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകാം. ഹെയർ പാക്കായിട്ടൊക്കെ ചെയ്തു പോകാൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് അരിച്ചെടുക്കാം. ആ വെള്ളം അരിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി, ഇത് ഒരു ഇരുമ്പിൻ്റെ കടായിയാണ്, ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇത് ഇരുമ്പ് ചട്ടിയാണ്. ഇരുമ്പിൻ്റെ കടായി തന്നെയാണ്. പിന്നെ അതൊന്ന് ഓൺലൈനിൽ നമുക്ക് ചെറിയൊരു ഇരുമ്പിൻ്റെ കടായി വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യമൊക്കെ ഹെന്ന മിക്സൊക്കെ ചെയ്യാൻ ധാരാളം മതി. അപ്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അതൊരു കറുത്ത വെള്ളമായിട്ട് മാറുവേ. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന്, അതായത് കുറുക്കിയെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള നെല്ലിക്കാപ്പൊടിയുടെ ഒന്ന് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ നെല്ലിക്കയൊക്കെ. അപ്പോൾ ഈ നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കറുപ്പ് നിറമായിട്ട് ഉടനെ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയുടെ ഗുണവും കൂടെ ഇറങ്ങുമ്പം നല്ലൊരു കറുപ്പ് രീതിയിൽ നമുക്ക് കിട്ടുവേ. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ആദ്യം തീ കൂട്ടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ ഇതൊന്ന് കുറുക്കിയെടുക്കണം. തീ കൂട്ടി വെച്ചിട്ട് കുറുക്കിയെടുക്കരുത്, ഒരു റിസൾട്ടും കിട്ടത്തില്ല. അപ്പോൾ അവസാനം ഇങ്ങനെ കുറുകി ഈ ഒരു പരുവാകും കേട്ടോ. നല്ല കറുകറുപ്പോടെ ഈ ഒരു പരുവാകും.
അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ വലിയ നരയൊന്നും ഇല്ലാത്തവർക്ക് ഇതേപോലെ തണുത്തതിന് ശേഷം തലയിൽ തേക്കാം. കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തു വെക്കണം കേട്ടോ, നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമ്മുടെ തലയിൽ തേക്കാൻ ഉള്ള പരുവത്തിലാകുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇത് തന്നെ അന്നേരം തന്നെ അതിലൊന്ന് പുരട്ടി കൈ ഒന്ന് പൊക്കിയെടുക്കുമ്പം തന്നെ ആ വിരലിലെല്ലാം നല്ല രീതിയിൽ കറുപ്പ് പിടിച്ച് നഖത്തിലും വിരലിലും ഒക്കെ കറുപ്പ് പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ക്യാമറയിൽ കാണുന്നുള്ള നല്ല രീതിയിലുള്ള കറുപ്പുണ്ട് കൈക്ക്. അപ്പം ഞാനത് ഒരു ദിവസം ഫുള്ള് അടച്ചു വെച്ചു കേട്ടോ. അടച്ചു വെച്ചിട്ട് ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. അവർക്ക് വീഡിയോയിലൊന്നും വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ചേച്ചി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞു കേട്ടോ. നല്ല രീതിയിൽ മുടിയെ പിടിച്ചിരിപ്പുണ്ട്, മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നുണ്ടെന്ന് എന്നോട് അവർ 2-3 പ്രാവശ്യം തലയിലിട്ട് നോക്കി. അപ്പം നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ നമ്മളന്ന് അടച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഒരു നരച്ച മുടി പോലും ഇല്ല. എനിക്ക് നരച്ച മുടി തേച്ച് കാണിക്കാൻ ആരുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത സാധനമല്ലേ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ചുമ്മാ എൻ്റെ കറുത്ത മുടി തേച്ചപ്പോൾ തന്നെ നല്ല കട്ട കറുപ്പാണേ. മുടിയെ പിടിച്ചിരിക്കുവേ, കയ്യിലെല്ലാം തന്നെ ഉണ്ട് നല്ല കറുപ്പ് പിടിച്ചിരിപ്പുണ്ട്. അപ്പം നെറ്റിയിലുള്ള ഭാഗത്തെ മുടിയൊക്കെ പെട്ടെന്ന് കറുപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഹെയർ ഡൈ ആണ്. അധികം നരയില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് തന്നെ മുടിയിൽ കറുപ്പ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം തന്നെ എൻ്റെ കയ്യിൽ പോലും പറ്റിയിട്ടത് പോകുന്നില്ല, നിങ്ങൾ കണ്ടതല്ലേ. അപ്പം നമ്മുടെ മുടിയിലെ വെളുത്ത മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷാമ്പൂ ചെയ്ത ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യാവുള്ളൂ. സ്ട്രൈറ്റനിങ്, സ്മൂത്തനിങ്, റിബോണ്ടിങ് ഇങ്ങനെയുള്ള ഹെയറുകളിൽ പിടിക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്ത ആൾക്കാർക്ക് 1-2 പ്രാവശ്യം ട്രൈ ചെയ്യണം. എന്നാൽ മാത്രമേ ആദ്യത്തെ ഒരു തവണ നമുക്ക് പിടിക്കും, പക്ഷേ കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടി 2-3 തവണ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പം തന്നെ ഉണ്ടാക്കി ചെയ്തതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ 1 മണിക്കൂറെങ്കിലും തലയിൽ വെക്കണം. മാക്സിമം 1 മണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ നമുക്കതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഒട്ടും എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത്. 1 മണിക്കൂർ 1.5 മണിക്കൂർ വെച്ചാലും യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല രീതിയിൽ നമ്മുടെ മുടി കറുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.